തമിഴ്നാട്ടിലെ കാരക്കുടിയിൽ സമയപരിധി ലംഘിച്ച് ടി.വി.കെ അധ്യക്ഷൻ വിജയുടെ റോഡ് ഷോ 12 മുതൽ 2:30 മണി വരെ മാത്രമായിരുന്നു റോഡ് ഷോയ്ക്ക് അനുമതി. എന്നാൽ ഇപ്പോഴും പ്രചരണം തുടരുന്നു എന്ന വാർത്ത മനീഷ് മൂർത്തി പങ്കുവയ്ക്കുന്നുണ്ട്. മനീഷ്, ഇപ്പോഴും റോഡ് ഷോ തുടരുകയാണോ? ഇത് പോലീസ് ഇടപെട്ട് തടഞ്ഞില്ലേ? അനൂപ്, ശ്രീനിധി, റോഡ് ഷോ അവസാനിപ്പിച്ചു. ഇപ്പോൾ തിരികെ മടങ്ങുകയാണ് വിജയ് മധുരയ്ക്ക്. അതായത് ഇന്നിപ്പോൾ വിജയുടെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ മധുര മുതൽ ഈ പറഞ്ഞ കാരക്കുടി വരെ ഏകദേശം 75 കിലോമീറ്റർ ഉണ്ട്. ഈ 75 കിലോമീറ്റർ റോഡ് ഷോ ആയാണ് വിജയ് ഇന്നിപ്പോൾ പ്രചാരണം നടത്തിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരക്കുടിയിൽ 12 മുതൽ 2:30 മണി വരെയാണ് അനുമതി നൽകിയത്. അതിനിടയിലാണ് ഇത്ര വലിയൊരു പ്രചാരണം എന്തായാലും വിജയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. മധുരയിൽ വിമാനം ഇറങ്ങുന്നു, അവിടെ മുതൽ റോഡ് ഷോ ആയാണ് ഈ കാരക്കുടിയിലേക്ക് എത്തുന്നത്. കാരക്കുടിയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷവും അവിടെ സൈക്കിളിലൊക്കെ പ്രചാരണം നടത്തുന്ന ഒരു നിലയിലേക്കും അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ കൂടി ഇന്ന് നടന്നിട്ടുണ്ട്. സൈക്കിളിൽ വിജയ് ജനങ്ങൾക്കിടയിലൂടെ നടക്കുന്നു, അതിനിടയിൽ വലിയ തോതിലുള്ള തിരക്കുണ്ടാവുന്നു, വിജയ് വീഴാൻ പോകുന്നു, അങ്ങനെയൊക്കെയുള്ള ചില ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ എന്തായാലും പുറത്തു വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ സമയം എന്ന് പറയുന്ന ഒരു ഘടകത്തിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നു. 2:40 അവിടുത്തെ പ്രചാരണം അവസാനിപ്പിക്കുന്നു. മാത്രമല്ല, സാധാരണ നിലയിൽ പ്രചാരണം അവസാനിപ്പിക്കുമ്പോൾ വിജയ് സംസാരിക്കാറുണ്ട്. പക്ഷേ ഇന്നിപ്പോൾ സംസാരമൊന്നും ഉണ്ടായില്ല. പൊതുയോഗ സ്ഥലത്തേക്ക് അവിടേക്ക് വാഹനത്തിലെത്തുന്നു, അവിടെ നിന്ന് വളരെ വേഗത്തിൽ തന്നെ മടങ്ങുകയുമായിരുന്നു. അതായത് പ്രചാരണം അവസാനിപ്പിച്ച് മടങ്ങി. ഏകദേശം 2:45 അവസാനിപ്പിച്ച് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സമയപരിധിയുമായി ബന്ധപ്പെട്ട സാധാരണ നിലയിൽ തന്നെ വിജയ്ക്ക് അനുമതി കൊടുക്കുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് പോലീസിനെ സംബന്ധിച്ച്. ആ രീതിയിലുള്ള ചില ആരോപണങ്ങൾ എന്തായാലും വിജയുടെ ഭാഗത്തുനിന്ന് ടി.വി.കെയുടെ ഭാഗത്തുനിന്നൊക്കെ ഉണ്ട്. കാരണം എല്ലാവർക്കും പ്രചാരണം നടത്താം, പക്ഷേ വിജയ്ക്ക് മാത്രം അനുമതി ലഭിക്കുന്നില്ല എന്നൊരു കാര്യമുണ്ട്. പക്ഷേ ഇപ്പോൾ നാളെയും മറ്റന്നാളും ഒക്കെ വിജയ്ക്ക് പലയിടങ്ങളിലായി അനുമതി നൽകിയിട്ടുണ്ട്. അതിനിടയിലാണ് ഈ ഒരു സമയപരിധിയുടെ ലംഘനം കൂടി വരുന്നത്. അത് വലിയ തോതിൽ നീട്ടിക്കൊണ്ടുപോകാതെ വളരെ വേഗത്തിൽ തന്നെ വിജയതം അവസാനിപ്പിച്ച് 2:45 അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. നാളെ ഇപ്പോൾ കടലൂരിലും അതുപോലെ തന്നെ വിഴുപ്പുരത്തുമാണ് പ്രചാരണം. മറ്റന്നാൾ 12-ാം തീയതി കന്യാകുമാരിയിൽ പ്രചാരണമുണ്ട്. കന്യാകുമാരിയിൽ ഒരു കോളേജ് ഗ്രൗണ്ടിലാണ് പ്രചാരണത്തിന് അനുമതി നൽകിയിരിക്കുന്നത്. മാത്രമല്ല, അവിടെ 5000-ൽ കൂടുതൽ പേർ പങ്കെടുക്കരുത് എന്നുള്ളൊരു നിർദ്ദേശവും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. അനൂപ്, ശ്രീനിധി. ശരി, എന്തായാലും ഇപ്പോൾ പ്രചാരണം അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെയും ഇത്തരത്തിൽ ടി.വി.കെയുടെ പല പ്രചാരണങ്ങളും നടക്കുമ്പോൾ വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉണ്ടാകുന്നു, പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. നമ്മൾ കരൂരിലൊക്കെ കണ്ടതാണ്. സുരക്ഷാ പ്രശ്നങ്ങൾ അടക്കമുണ്ടായിരുന്നു. തീർച്ചയായും മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.